കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൻ്റെ ക്യാമറയെക്കുറിച്ചാണ്. എന്താണ് ക്യാമറയെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്? വീഡിയോ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നത്തെക്കുറിച്ചാണ്. അതായത് ചിലർ കമൻറ്റ്സ് രൂപേണ, അതായത് ഇൻസ്റ്റാഗ്രാമിലും ഞങ്ങളുടെ വീഡിയോയുടെ താഴേക്ക് കമൻറ്റ് രൂപേണ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്, ഫോൺ ഉപയോഗിച്ച് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഫോൺ വളരെയേറെ ഹീറ്റാകുന്നു. ഹീറ്റാകുക മാത്രമല്ല, ഫോൺ ഒരു 15-20 മിനിറ്റൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ക്യാമറ ക്ലോസ് ആയി പോകുന്നു, ചിലപ്പോൾ ഒക്കെ ഫോൺ റീസ്റ്റാർട്ട് ആവുന്നു എന്നുള്ളതൊക്കെ ഒരുപാട് പേർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ അടുത്ത് ഇതേ കംപ്ലയിൻസുമായിട്ട് ഞങ്ങളുടെ ഷോപ്പിലും വന്നിട്ടുണ്ട്. വേറെ നമ്മൾ ഫോൺ ഉപയോഗിക്കുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിനൊക്കെ യൂസ് ചെയ്യുന്ന സമയത്തൊന്നും ഹീറ്റ് ആവുന്നില്ല. പക്ഷേ ക്യാമറയിൽ വീഡിയോ എടുക്കുന്ന സമയത്ത് മാത്രം, ഫോട്ടോ എടുക്കുന്ന സമയത്ത് പ്രശ്നമില്ല, വീഡിയോ എടുക്കുന്ന സമയത്ത് മാത്രം ഫോൺ ഓവറായിട്ട് ഹീറ്റ് ആവുന്നു. എന്താണ് പ്രശ്നം? നിങ്ങളുടെ ഫോണിലെ സോഫ്റ്റ്വെയർ ഇഷ്യൂസോ ഹാർഡ്വെയർ ഇഷ്യൂസോ ഒന്നും തന്നെയല്ല. ഇത് സ്വാഭാവികം തന്നെയാണ്, ഇത് നോർമലാണ് എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇറങ്ങുന്ന ഫോണുകളൊക്കെ തന്നെ, അതായത് ഒരു മിഡ് റേഞ്ചിന് മുകളിലോട്ടുള്ള ഫോണുകൾ, ഒരു 30,000 രൂപ, 25,000 രൂപയ്ക്ക് മുകളിലുള്ള ഫോണുകളിലെല്ലാം തന്നെ നല്ല ക്യാമറ മോഡുകളാണ് കമ്പനി ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ക്ലാരിറ്റിയിൽ, ആ വിലയ്ക്ക് അനുസരിച്ച് കിട്ടുന്ന ക്ലാരിറ്റിയുള്ള വീഡിയോസും ഫോട്ടോസുകളും എടുക്കുന്നതിന് വേണ്ടിയും ഒരു 4K 8K ഒക്കെ ക്ലാരിറ്റി കൊടുക്കുന്ന ക്യാമറ മോഡുകളാണ് ഇപ്പോൾ ഇറങ്ങുന്ന മിക്ക ഫോണുകളിലും കമ്പനിക്കാർ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് നല്ലൊരു സോഫ്റ്റ്വെയർ സപ്പോർട്ടിങ് ആവശ്യമായിട്ടുണ്ട്. അത് ക്യാമറ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നതിന് നല്ലൊരു സോഫ്റ്റ്വെയർ സപ്പോർട്ടിങ് ആവശ്യമായിട്ടുണ്ട്. നമ്മൾ ഫോട്ടോസ് എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരു ക്ലിക്ക് ചെയ്ത് ഫോട്ടോസ് എടുക്കും, പിന്നെ കുറച്ച് നേരം കഴിഞ്ഞായിരിക്കും അടുത്ത ഫോട്ടോസ് എടുക്കുന്നത്. ചിലപ്പോൾ 1-2 ഫോട്ടോ കണ്ടിന്യൂസ് ആയിട്ട് എടുത്തതിന് ശേഷം പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ഫോട്ടോസ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ക്യാമറയ്ക്ക് അധികം ലോഡ് വരുന്നില്ല. എന്നാൽ നമ്മൾ വീഡിയോ ഒരു 15-20 മിനിറ്റൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പ്രോസസ്സറിന് ഓവറായിട്ട് ലോഡ് വരും, സോഫ്റ്റ്വെയർ സപ്പോർട്ടിങ് വരും. അതുപോലെ തന്നെ ക്യാമറയിൽ ഉപയോഗിച്ചിരിക്കുന്ന കുറേ ഫീച്ചേഴ്സുകൾ കൊണ്ടും, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് സോഫ്റ്റ്വെയർ സപ്പോർട്ടിങ് AI ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഇൻക്ലൂഡായി വരുന്നത് കാരണം പ്രോസസ്സറിന് നല്ല ലോഡ് വരും. ആ പ്രോസസ്സറിന് ആ ലോഡ് താങ്ങാതെ വരും, ഇല്ലെങ്കിൽ പ്രോസസ്സർ അതിൻ്റെ മാക്സിമം ലോഡിലേക്ക് പോകുമ്പോഴത്തേക്കാണ് ഈ ഒരു പ്രശ്നം, ഫോൺ ഓവറായിട്ട് ഹീറ്റ് ആവുന്നത്. അപ്പോൾ ഓവറായിട്ട് ഹീറ്റ് ആകുമ്പോഴത്തേക്കും, ഒരു പരിധിയിലധികം ഓവറായിട്ട് ഹീറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ CPU മനസ്സിലാവും ഫോൺ നല്ല രീതിയിൽ ഹീറ്റ് ആയിട്ടുണ്ട്. ആ ഹീറ്റിംഗ് കുറയ്ക്കുന്നതിന് വേണ്ടി ഫോണിൻ്റെ ക്യാമറ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആക്കി, CPU തന്നെ ക്ലോസ് ആക്കി വിടുന്നതാണ്. ചിലപ്പോൾ ഫോണൊന്ന് റീസ്റ്റാർട്ടിങ് ചിലപ്പോൾ സംഭവിക്കാം. ഫോണിന് വേറെ പ്രശ്നമൊന്നും വരാതിരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഫോണിൻ്റെ CPU തന്നെ അത് ചെയ്യുന്നതാണ്. അത് ഫോണിൻ്റെ പ്രോബ്ലംസ് അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്യാമറ നല്ല ക്ലാരിറ്റിയിൽ, നല്ല മൊഡ്യൂൾ ക്യാമറയും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ്വെയർ സപ്പോർട്ടിങ് കൊടുത്തതിന് ശേഷം നമ്മുടെ പ്രോസസ്സർ അത്രയ്ക്ക് സപ്പോർട്ടിങ് അല്ലാതെ വരികയാണെങ്കിൽ, ആ ഒരു ക്യാമറ വർക്ക് ചെയ്യുന്നതിൻ്റെ ആവശ്യമായ സ്പീഡും പ്രോസസ്സറിന് കൊടുക്കാൻ പറ്റാതെ വരുന്ന സാഹചര്യങ്ങളിലൊക്കെയാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ അതിൽ നിന്നും ഒരു പരിഹാരം എന്നുള്ളത് എനിക്ക് പറയാനുള്ളത്, മാക്സിമം ലെവലിലേക്ക് ക്യാമറ കൊണ്ടുപോകാതിരിക്കുക എന്നുള്ളതാണ്. അതായത് ഒരു 8K ക്ലാരിറ്റിയിൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഒരു ഫോണാണെങ്കിൽ 8K ക്ലാരിറ്റി ചെയ്യാതെ ഒരു 4K ക്ലാരിറ്റി ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാം. മാക്സിമം ലോഡ് പ്രോസസ്സറിന് കൊടുക്കരുത്. അതിൽ നിന്നൊക്കെ താഴ്ത്തി ഒരു 4K ക്ലാരിറ്റി വീഡിയോ ഷൂട്ട് ചെയ്യുന്നതൊക്കെ ഒരു 1080 നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്രോബ്ലംസ് മാറും. അതുപോലെ തന്നെ ലെങ്തി ആയിട്ട് ഒരു 30-40 മിനിറ്റൊക്കെ ലെങ്തി ആയിട്ട് നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യാതിരിക്കും. ഒരു 15 മിനിറ്റ് ഷൂട്ട് ചെയ്യുക, അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് വീണ്ടും ഷൂട്ട് ചെയ്യുക. അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും ഈ ഒരു പ്രോബ്ലംസ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാം, മറികടക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഓക്കെ, അത് മനസ്സിലാക്കുക. നമ്മുടെ ഫോൺ എന്ന് പറയുന്നത്, ക്യാമറ എന്ന് പറയുന്നത് നമ്മളൊരു സാധാരണ ഒരു DSLR ക്യാമറ പോലെ യൂസ് ചെയ്യുന്നത് അതല്ല, അത്യാവശ്യം യൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഉള്ളത്. ഓക്കെ, അത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ കൂട്ടുകാരെ, ബൈ.